Hello, Namaste, welcome back to WinTrader. In this video, I will show you WinTrader supporting software use. Actually, we started in 2009. This video this software use supporting software software signals correct idea buy stop loss target on screen display അപ്പോൾ നമുക്ക് അത് എല്ലാ സിഗ്നൽ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിന്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഹലോ വ്യൂവേഴ്സ് നമസ്തേ വെൽക്കം ബാക്ക് ടു WinTrader ഇന്നത്തെ WinTrader വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ് WinTrader ആക്ച്വലി സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മളെ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ എൻ്റെ പേര് ഗംഗ എന്നാണ് ഇപ്പം ഈ ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈവായിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നമ്പർ 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് കൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം വാട്സപ്പ് മെസ്സേജ് ഇടാം അതർവൈസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ വിളിച്ചാൽ മതി നമ്മുടെ ഓഫീസ് വരുന്നത് ചേർത്തല ആലപ്പുഴ ചേർത്തലയിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഒരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ ഓഫീസിലെത്താം അപ്പം വരാൻ ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനെ ഞാനിപ്പം രണ്ട് ചാർട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഷെയർസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ നമുക്കൊരു സിഗ്നൽ സപ്പോർട്ടിംഗ് സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിങ്ങിന് അത് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾ കമ്മോഡിറ്റി ട്രേഡർ ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യും ഓപ്ഷനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്വിറ്റി ട്രേഡിംഗ് ഉണ്ട് ഫോറക്സ് ട്രേഡിങ്ങിൽ എല്ലാത്തിലും ഈ ഒരു സെയിം സ്ട്രാറ്റജിയാണ് നമുക്ക് ഈ ഒരു സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് എല്ലാത്തിലും നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പം ഇതെങ്ങനെ ഇതിനകത്ത് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും അതായത് ബൈ സെൽ സിഗ്നൽസ് കാണിച്ചു തരും നമ്മൾ എവിടെ ബൈ ചെയ്യണം സെല്ലാണെങ്കിൽ സെൽ ചെയ്യണം എവിടെ ചെയ്യണം അതിൻ്റെ അപ്പം നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് ഒരു അലേർട്ട് മെസ്സേജ് കിട്ടും ഇതുപോലെ ഒരു അലേർട്ട് മെസ്സേജ് വരും അതും നമുക്ക് കേൾക്കാൻ കൂടി പറ്റും നമുക്ക് സിസ്റ്റത്തിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അലേർട്ട് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 10 ഷെയർസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഷെയറിൽ സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് ഈ അലേർട്ട് മെസ്സേജ് വരും അപ്പോൾ ഒരു സൗണ്ടോടി ബെൽ സൗണ്ടോടി കേൾക്കാൻ കൂടി പറ്റും അപ്പം നമുക്ക് ആ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ SBI അദാനി പോർട്ട് HCL സൺ ഫാർമ ഈ 4 ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ 6 ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ നോക്കുന്നത് നിഫ്റ്റിയാണ് അപ്പോൾ സെയിം ടൈമിൽ നമുക്ക് അദാനിയില അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയില എവിടെയെങ്കിലും സിഗ്നൽ വരാണെങ്കിൽ ഈ ഒരു അലേർട്ട് വരും അതിനകത്ത് നിങ്ങൾക്ക് ആ ഷെയറിൻ്റെ പേര് കൂടി എഴുതി കാണിച്ചു തരും സോഫ്റ്റ്വെയർ ഇപ്പോൾ ഈ സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും കയറി ട്രേഡ് എടുക്കരുത് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഈ ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസ് ആ ഒരു ലോസിനെ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ലോസിനെ റെഡ്യൂസ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സിഗ്നൽസ് വരും അപ്പോൾ എല്ലാ സിഗ്നലും നമ്മൾ കയറി ട്രേഡ് എടുക്കല്ലേ ഇപ്പോൾ സോഫ്റ്റ്വെയർ സിഗ്നൽ ബൈ കാണിച്ചു തന്നാൽ ആ ബൈ അതായത് ആ ഒരു ഇത്ര രൂപയ്ക്ക് ബൈ വന്ന ആ ബൈ സിഗ്നൽ അതായത് ആ പ്രൈസിൽ നിന്ന് മാർക്കറ്റ് കയറുമോ ഇല്ലയെന്നോ നോക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട് അപ്പോൾ അത് ഒരു കൺഫർമേഷൻ തന്നാൽ ആ ഒരു ട്രേഡിൽ നമുക്ക് 80 to 90% ആക്യുറസി ആ ഒരു കൺഫേം സിഗ്നൽ കിട്ടും അപ്പോൾ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് സിഗ്നൽസ് കിട്ടുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് വരും നമ്മുടെ ടാർഗറ്റ് നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്നൽസ് കിട്ടും അതുപോലെ റീ എൻട്രി ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ മാർക്കറ്റ് സൈഡ് വേണമെങ്കിൽ അത് കാണിച്ചു തരും ഈ മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും സപ്പോർട്ട് ചെയ്യുന്ന ലെവലും എല്ലാം സോഫ്റ്റ്വെയറിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വോൾട്ടാജിൻ്റെ ചാർട്ടാണ് വോൾട്ടാജിൻ്റെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റാണ് നടക്കുന്നത് മാർക്കറ്റ് റേറ്റ് ആണ് ഈ കാണിക്കുന്നത് 816.30 അതായത് നമ്മൾ ഏത് ഷെയർ എടുത്തിട്ടാലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് മുകളിൽ ഡിസ്പ്ലേ കാണാൻ പറ്റും ഇത് റിയൽ ടൈം ആണ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമുമായിട്ട് സെയിം റേറ്റ് ആയിട്ട് LTP ആണ് ഈ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഗ്രീൻ കളർ അപ്പാരോ ആണ് നമുക്ക് ബൈ ചെയ്യാനുള്ള സിഗ്നൽ റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ അതായത് ഗ്രീൻ അപ്പാരോ ബൈ ആണ് റെഡ് ഡൗൺ ആരോ സെല്ലാണ് ഇത് രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ് ഈ സിഗ്നൽ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നത് അപ്പോൾ അലേർട്ടിനകത്ത് ഏത് റേറ്റിൽ നമ്മൾ ആ ബൈ സിഗ്നൽ എടുക്കണം ആ ഡീറ്റെയിൽസ് അലേർട്ടിലും കിട്ടും അല്ലെങ്കിൽ നേരെ മെയിൽ നോക്കിയാൽ ബൈ ആയിട്ട് വോൾട്ടാസിൽ നിന്നത് ബൈ വന്നിരിക്കുന്ന
811 9:25 വന്നതാണ് ഇന്നത്തെ ഡേറ്റ്. ഇന്നെന്ന് പറയുമ്പോൾ 22 നവംബറാണ് ഞാനിവിടെ എടുക്കുന്നത്. 22-ാം തീയതി 9:25 വോൾട്ടാസിൽ 811 നമുക്ക് ബൈ പറഞ്ഞു. ഈ ഒരു ഷെയർ ബൈ കാണിച്ചു വന്നത് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ബൈ സിഗ്നൽ വന്ന് ഉടനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആ കൺഫർമേഷൻ ഉൾപ്പെടെ നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി അവിടെ കൺഫേം ആയോ ഇല്ലെന്ന്. ഈ ബൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട് നോക്കേണ്ടത് രണ്ട് കൺഫർമേഷനുള്ള ആരോ ഗ്രീൻ അപ്പാരോ എന്ന് വെച്ചിട്ട് സിഗ്നലാണ്. ആരോ ഇസ് എ സിഗ്നൽ. ഈ ആരോ വന്ന ശേഷം ഗ്രീൻ അപ്പാരോ വന്ന ശേഷം നോക്കുക താഴെ ഇതുപോലെ പ്രൈസ് ബൈ സോണിൽ വന്നോ നോക്കുക, എഴുതി കാണിച്ചോ നോക്കുക. പ്രൈസ് ഇൻ ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. ആരോടെ താഴത്തൊരു ബാർ ഇല്ല, ആ ബാർ ഗ്രീൻ ആയിരിക്കണം. നോർമൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട സെക്കൻഡ് ക്യാൻഡിലാണ്. അതായത് നമ്മൾ ഏത് ക്യാൻഡിലാണ് സിഗ്നൽ വന്നിരിക്കുന്നത്, ഏത് ക്യാൻഡിലാണോ സിഗ്നൽ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് ഈ 811 എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ റേറ്റ് ഈ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ആ സെയിം ക്യാൻഡിൽ തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം. ആ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ, രണ്ട് കൺഫർമേഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഇവിടെ എഴുതി കാണിക്കണം പ്രൈസ് ബൈ ആരോ വന്നതിന് ശേഷം ഇവിടെ എഴുതി കാണിക്കണം പ്രൈസ് ഇൻ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ആരോടെ സെക്കൻഡ് ക്യാൻഡിലെ താഴത്ത് ഈ ഒരു ബാർ, അതായത് ആ ലൈവ് മാർക്കറ്റിലെ ബാർ ഫോം ചെയ്യുമ്പോൾ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ താഴത്തെ ഒരു ബാറേ കാണത്തുള്ളൂ. ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഈ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അതായത് നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടെ ഏത് ബ്രോക്കറിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ആ ബ്രോക്കർ പ്ലാറ്റ്ഫോം ഇതിൻ്റെ കൊടുത്ത് ഓപ്പൺ ചെയ്താൽ. ഞാൻ പറഞ്ഞോളൂ നമ്മുടെ സോഫ്റ്റ്വെയർ ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് സിഗ്നൽ വരുമ്പോൾ നേരെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചെന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം. താഴത്ത് നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് ആ ടൈമിൽ തന്നെ എഴുതി കാണിക്കും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് ടാർഗറ്റ് 3 ടാർഗറ്റ് ഇതുപോലെ എഴുതി കാണിച്ചു തരും. നമുക്ക് 3 ടാർഗറ്റ് താഴെ നോക്കിയാൽ 815 65 തേർഡ് ടാർഗറ്റ് നമുക്ക് വന്ന് 815 65 3 ടാർഗറ്റും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്നൽ കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് റിസ്ക് ഞാൻ പറഞ്ഞ പോലെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഇതിനകത്തൊരു പ്രഡിക്ഷൻ നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യിക്കുന്ന റിയൽ ടൈം ഡാറ്റയാണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിനകത്ത് നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് റിയൽ ടൈം ഡാറ്റയായിട്ട് വർക്ക് ചെയ്ത ശേഷം നമുക്ക് എല്ലാ ഇൻഡിക്കേഷനും കാണിച്ചു തരുന്ന, അതാണ് ഞാൻ പറഞ്ഞ ഒരു കൺഫേം സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 80 to 90% ആക്യുറസി എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി സ്റ്റോക്ക് ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാറ്റേൺ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ എല്ലാ ഷെയർസിലും കയറി ട്രേഡ് ചെയ്യാൻ നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ, നമ്മൾ നേരത്തെ ഞങ്ങൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 5 നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്റ്റോക്കുകൾ മാത്രം നിങ്ങൾ ലിസ്റ്റിൽ വെക്കാവുള്ളൂ. അതിനെ തന്നെ ഇപ്പം മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, മൺഡേ ടു ഫ്രൈഡേ സെയിം സ്റ്റോക്കുകൾ തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഈ ഒരു മെത്തേഡ് ഫോളോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഫോളോ ചെയ്യാറുണ്ടോ എന്നറിയത്തില്ല. ഈ ഒരു മെത്തേഡ് നമ്മളിവിടെ ഫോളോ ചെയ്യാറുണ്ട്. മൺഡേ ടു ഫ്രൈഡേ സെയിം സ്റ്റോക്കുകൾ തന്നെ ട്രേഡ് ചെയ്ത് നോക്കാം, ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ ഈ ഷെയർ വോൾട്ടാസിലാണ്, അതായത് ഇക്വിറ്റിയിലാണ് ഞാൻ ഈ ഒരു ഇത് കാണിച്ചത്. പക്ഷേ ഈ ഒരു സെയിം സ്ട്രാറ്റജി എല്ലാ മാർക്കറ്റിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റുകൾ ഞാൻ കാണിച്ചു തരാം. മുകളിൽ കിടക്കുന്നത് ഫോറക്സ് ആണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് CFDs എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസും ഉണ്ട്. ഇന്ത്യൻ ആൻഡ് ഫോറിൻ കമ്മോഡിറ്റീസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഇത് ക്രിപ്റ്റോ കറൻസീസും ഉണ്ട്. ക്രിപ്റ്റോയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗപ്പൂർ നിഫ്റ്റി എല്ലാ ഡാറ്റാസ് നമ്മുടെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പിന്നെ NSE F&O എന്ന് വെച്ചാൽ NSE ഫ്യൂച്ചേഴ്സ്, അതിൻ്റെ താഴെ ഇക്വിറ്റീസ് വരും. ഇത് ഇന്ത്യൻ കമ്മോഡിറ്റീസ് ആണ്, ഇത് ഇന്ത്യൻ കറൻസീസ്. അപ്പോൾ ഫോറിൻ ഇന്ത്യൻ കറൻസീസ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. വീക്ക്ലി ഓപ്ഷൻ, അതായത് ഇൻഡെക്സ് ഓപ്ഷൻസ്, ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയുടെ കോൾ പുട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വീക്ക്ലി ഉണ്ട്, മന്ത്ലി അവൈലബിൾ ആണ്. അഗ്രികൾച്ചർ എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾ വർക്കിംഗ് വിത്ത് റിയൽ ടൈം ഡാറ്റ. ഇതിനകത്ത് ഇൻട്രാഡേ, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കാണിച്ചത് റിയൽ ടൈമിലാണ്. സോഫ്റ്റ്വെയറെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഡെഫിനറ്റായിട്ട് എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു 9061. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും.
9061973737 എന്നാണ് എൻ്റെ നമ്പർ. ഇതിനകത്ത് ഓഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് വരാം. ഒന്നുകൂടെ പറയാം, 9061973737. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വരാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. പിന്നെ ഈ ഞാൻ കാണിച്ച സോഫ്റ്റ്വെയറിൻ്റെ കൂടെ നമുക്ക് 2 സ്കാനറും കൂടെ അവൈലബിൾ ആണ്. അതിൽ ഒരു ഫസ്റ്റ് സ്കാനർ ഇതാണ്. നമുക്കൊരു സ്കാനർ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഇയർ, അതായത് 2023 നമ്മുടെ പുതിയ വേർഷനും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ 8 വേർഷനാണ് റിലീസ് ചെയ്തത്. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് 8.1 വേർഷനാണ്. അപ്പോൾ അതിന് കൂടെ 2 സ്കാനറും ഉണ്ട്. നെക്സ്റ്റ് ഇയർ പുതിയ വേർഷനും വരുന്നുണ്ട്. അപ്പോൾ അപ്ഡേഷൻ എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.